Hello students, today in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principles. In this session I will be covering lesson 2, Management and Administration. Let us see what is in the subject. Okay, ഈ സബ്ജക്റ്റ് ഈ പർട്ടിക്കുലർ ടോപ്പിക് വളരെ സിമ്പിളാണ്. ഓക്കെ, രണ്ട് കാര്യത്തെ പറ്റിയാണ് ഇതിൽ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത്. ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം. രണ്ട് നമ്മൾ കാണാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ ചിട്ടയോടുകൂടി പ്രത്യേകം ഡയറക്ഷൻ കൊടുത്ത് കുറെ ആളുകളെ കൊണ്ട്, അതായത് എംപ്ലോയീസിനെ കൊണ്ട് നടത്തിയെടുക്കുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ചേർന്നാണ്. എങ്ങനത്തെ ആളുകൾ? എക്സ്പേർട്ടായിട്ട്, പല ഫീൽഡുകളിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചേർന്നിട്ടുള്ളതാണ് മാനേജ്മെന്റ്. ഓക്കെ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലെസൺ 1 നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനത്തെ ആളുകൾ, ഏതൊക്കെ ഫീൽഡിലുള്ള ആളുകൾ. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഓപ്പറേഷൻസ് ഡേ ടു ഡേ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, പ്രൊഡക്ഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, IT ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പല ഏരിയാസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതാണ് നമ്മൾ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് തുടങ്ങുന്നത് ഏറ്റവും താഴത്തെ ലെവൽ മുതൽ, ഫ്ലോർ ലെവൽ എന്നാണ് പറയുന്നത്. ഫാക്ടറിയിലെ അല്ലെങ്കിൽ ഓഫീസിലെ ഏറ്റവും താഴെ ലെവൽ മുതൽ ഏറ്റവും മുകളിലത്തെ ലെവൽ വരെ മാനേജ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഓവറോൾ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ്. ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്. അതായത് HR പോളിസി ഉണ്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങൾ, ലീവ് പോളിസി, സാലറിയുടെ പോളിസി, പല വെൽഫെയർ ആക്ടിവിറ്റീസിനുള്ള പോളിസി, അങ്ങനെ പല പോളിസികൾ ഒരു കമ്പനിയിൽ ഉണ്ടാവും, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. പലതരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ കണ്ടതാണ്, ചെറിയ ട്രേഡിംഗ്, വിൽക്കണ വാങ്ങണ ഓർഗനൈസേഷൻ ഉണ്ടാവും, മുതൽ വലിയ കമ്പനികൾ, മാനുഫാക്ചറിങ് ആയിട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും ഒരു ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് പല തട്ടിലായിട്ടായിരിക്കും, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികളായിട്ടുള്ള. സ്മോൾ, അതിന് മുമ്പേ മൈക്രോ ഓർഗനൈസേഷൻ ഉണ്ട്, എന്നിട്ട് അങ്ങനെ അത് മുതൽ ഏറ്റവും ലാർജ് ഓർഗനൈസേഷൻ വരെ ഉണ്ട്. ഇനി കൂടാതെ മൾട്ടിനാഷണൽ ഓർഗനൈസേഷനുകളും ഉണ്ട്, അതായത് പല രാജ്യങ്ങളിൽ അവരുടെ ഓഫീസുകൾ ഉള്ള ഓർഗനൈസേഷൻ. അങ്ങനെയാണ് MNC, മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട പല കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറഞ്ഞ ഒരു IT കമ്പനിയുണ്ട്. അത് ഇന്ത്യയിലും സ്ഥാപനമുണ്ട്, ടാറ്റയുടെ തന്നെ കമ്പനിയാണ്, ഇന്ത്യയിലും സ്ഥാപനമുണ്ട്. പല രാജ്യങ്ങളിലും ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ഓഫീസുകളുണ്ട്. അവരൊരു മാനുഫാക്ചറിങ് കമ്പനിയോ ട്രേഡിംഗ് കമ്പനിയോ അല്ല, പ്യുവർലി IT സർവീസസ് കമ്പനിയാണ്, IT-യിലുള്ള സേവനങ്ങൾ കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനികളിൽ എല്ലാത്തിലും, ഇത് ഞാൻ വലിയൊരു കമ്പനിയുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ചെറിയ കമ്പനികളും ഉണ്ട്, താഴെ അവരെ ഇതിലെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവുക, അതിനു വേണ്ടിയുള്ള പോളിസീസ് ഉണ്ടാക്കുക. ഇനി ഫിനാൻസ് പോളിസീസ് ഉണ്ടാക്കുക, ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ട പോളിസി, എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിനുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, IT ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇന്റർനെറ്റിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഓഫീസിലെ സോഫ്റ്റ്വെയറും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഇതിനെല്ലാത്തിൻ്റെയും ഒരു ഓവറോൾ കാര്യങ്ങൾ
നോക്കി നടത്തുകയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്നാണ് നോക്കുന്നത്. പിന്നെ സെറ്റിംഗ് ഓഫ് മേജർ ഒബ്ജക്റ്റീവ്സ്, ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൊണ്ട്, ഈ പോളിസികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാമാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ജനറൽ പർപ്പസസ് ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് ബ്രോഡ് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം എക്സ്പാൻഷൻ വേണ്ടിയിട്ടുള്ളത്, അതായത് ഭാവിയിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസേഷൻ തീരുമാനിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയാണ് അതിന് വേണ്ട പ്ലാനിങ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, മാനേജ്മെന്റ് വേറെ, അഡ്മിനിസ്ട്രേഷൻ വേറെ. നമ്മൾ താഴെ കാണും മാനേജ്മെന്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് നമ്മൾ താഴെ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ഹയർ ലെവൽ, ഏറ്റവും മുകളിലുള്ള കാര്യങ്ങളുടെ ലെവലിന്റെ ആക്ടിവിറ്റീസ് ആണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് കൊണ്ടുള്ളത് ഏറ്റവും താഴത്തെ ലെവൽ മുതൽ മുകളിലേക്കുള്ള ലെവലിലാണ് കാര്യങ്ങളാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ചോദിക്കാനുള്ളത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഡിഫൈൻ മാനേജ്മെന്റ് ആൻഡ് ഡിഫൈൻ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് എങ്ങനെ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന് അനുസരിച്ച് മാർക്ക് 5 മാർക്കാണോ 2 മാർക്കാണോ അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതണം. ഓക്കെ, മാർക്ക് അനുസരിച്ചാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെഷൻ നമ്മൾ വരുന്നത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് വ്യത്യാസം, മാനേജ്മെന്റിന്റെ വ്യത്യാസം എന്താണ്, അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായി 2 തരത്തിൽ അല്ലെങ്കിൽ 2 ഏരിയാസിലാണ് മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഒരു വ്യത്യാസമുള്ളത് ഫങ്ഷൻസിലാണ്, രണ്ടാമത്തേൽ യൂസേജ് ആൻഡ് ആപ്ലിക്കബിലിറ്റിയിലാണ് വ്യത്യാസം ഉള്ളത്. നമുക്ക് കാണാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഫങ്ഷൻസ് യൂസേജ് ആൻഡ് ആപ്ലിക്കബിലിറ്റി എന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്. ഇനി ഫങ്ഷൻസ് കീഴിലാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്നത് മീനിങ്, ഫസ്റ്റ് ഫങ്ഷൻ മീനിങ്, ഇതെന്താണ് അർത്ഥമാക്കുന്നത്, മാനേജ്മെന്റ് എന്താണ് അർത്ഥമാക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്താണ് അർത്ഥമാക്കുന്നത്. മാനേജ്മെന്റ് ഈസ് an art of getting things done through others by directing their efforts towards achievement of predetermined goals. നമ്മൾ മാനേജ്മെന്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ആളുകളെ കൊണ്ട് അവർക്ക് വേണ്ട ഡയറക്ഷൻസും ഒക്കെ കൊടുത്ത് റെക്കോർഡ് ചെയ്യുന്നത്, അവരെ കൊണ്ട് പരിപാടികൾ, അതായത് ആക്ടിവിറ്റീസ് ചെയ്യിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ, ഇനി അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഫോർമുലേഷൻ ഓഫ് ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്, പ്ലാൻസ് ആൻഡ് പോളിസീസ്. എങ്ങനെയായിരിക്കണം ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ കൊണ്ടുപോകേണ്ടത്, അതിന് എന്തൊക്കെ പ്ലാൻസുകൾ ആവശ്യമാണ്, പദ്ധതികൾ ആവശ്യമാണ്, അതിൻ്റെ പോളിസീസ് ആവശ്യമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ HR പോളിസി എങ്ങനെയായിരിക്കണം, ഫിനാൻസ് പോളിസീസ് എങ്ങനെയായിരിക്കണം, IT പോളിസി എന്തായിരിക്കണം, പ്രൊഡക്ഷൻ പോളിസി എങ്ങനെയായിരിക്കണം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസി എങ്ങനെയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ്റെ അർത്ഥം എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നേച്ചർ. മാനേജ്മെന്റ് ഇസ് ആൻ എക്സിക്യൂട്ടിംഗ് ഫംഗ്ഷൻ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്തുക, എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഈ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, അതായത് മാനേജ്മെന്റിന് വേണ്ടി, നമുക്കൊരു തരത്തിൽ പറഞ്ഞാൽ
അതിന് വേണ്ടി ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഡിസിഷൻ എടുക്കുന്ന ഫംഗ്ഷനെയാണ് അഡ്മിനിസ്ട്രേഷൻ. ആ ഡിസിഷൻ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അപ്പോൾ HR ഒരു ഡിസിഷൻ എടുക്കണം. അതിനെന്താ പോളിസി നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിന് ഡിസിഷൻ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് പ്രോസസ്. മാനേജ്മെന്റ് ഡിസൈഡ്സ് ഹൂ ഷുഡ് ആസ് ഇറ്റ് ആൻഡ് ഹൗ ഷുഡ് ഹി ഡു ഇറ്റ്. അതായത് മാനേജ്മെന്റ് ആരാണ് എന്താണ് ചെയ്യേണ്ടത്, അതായത് ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് നമ്മൾ മാനേജ്മെന്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറയുണ്ടായി. അപ്പോൾ ആരാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡിസൈഡ്സ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വെൻ ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യും. തോന്നിയ പോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോരാ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അത് പോളിസിയിൽ അതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു HR പോളിസി ഉണ്ടെങ്കിൽ അതിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യണം. അത് ആര് ചെയ്യണം, അത് ഏത് ലെവലിലത്തെ ആൾ ചെയ്യണം എന്നാണ്. അത് താഴെ മുതലുള്ള ആളുകൾ, അതൊക്കെ എല്ലാം ബാധകമാണ്. HR പോളിസി, ഫിനാൻസ് പോളിസിയും ഒക്കെ ബാധകമാണ്. അത് ആരൊക്കെയാണോ ബാധകമായിരിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്. അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നോക്കുക. ഓക്കെ, ഇനി ഫംഗ്ഷൻ. മാനേജ്മെന്റ് ഈസ് എ ഡൂയിങ് ഫംഗ്ഷൻ ബിക്കോസ് മാനേജേഴ്സ് ഗെറ്റ് വർക്ക് ഡൺ അണ്ടർ ദെയർ സൂപ്പർവിഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് എന്താണ് ചെയ്യാനുള്ളത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അത് പറയുന്നത്. അത് ചെയ്യാനുള്ളതാണ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്, കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ളതാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ തിങ്കിങ് ഫംഗ്ഷൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം, അതാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ ഇറ്റ്. അപ്പോൾ പ്ലാനുകളും പദ്ധതികളും അതിന് വേണ്ടിയുള്ള പോളിസീസുമാണ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. അതുകൊണ്ട് അത് ചിന്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ളതും കൂടി അഡ്മിനിസ്ട്രേഷനിൽ വരും. ഓക്കെ, ഇന്ന് അടുത്തത് സ്കില്ലിനെ ബേസ് ചെയ്ത് ടെക്നിക്കൽ ആൻഡ് ഹ്യൂമൻ സ്കിൽസ്. മാനേജ്മെന്റിൽ ടെക്നിക്കലായിട്ട് അറിയുന്ന ആളുകൾ വേണം, ഹ്യൂമൻ ആളുകളെ കൊണ്ട് നടത്തിയെടുക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ചെയ്യിക്കാനുള്ള ആളുകളും മാനേജ്മെന്റിൽ വേണം. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ കൺസെപ്ഷൻ ആൻഡ് ഹ്യൂമൻ സ്കിൽസ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരിക്കണം. കൂടാതെ അത് ചെയ്യിക്കാൻ പറ്റണം. അത് ചെയ്യേണ്ട ആളുകൾക്ക് അതിന് വേണ്ടിയുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. അതാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെവൽ, ഏത് ലെവലിലാണ്? മിഡിൽ ആൻഡ് ലോവർ ലെവൽ. മാനേജ്മെന്റ് എന്നുള്ളത് മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഉള്ള കാര്യങ്ങളാണ് കൂടുതലും. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ടോപ്പ് ലെവലിലാണ്. മാനേജ്മെന്റിലാണെങ്കിൽ മിഡിൽ ലെവൽ, ലോവർ ലെവൽ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവലിലാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും 6 കാര്യങ്ങളാണ് ഫങ്ഷൻസിന്റെ കീഴിൽ വരുന്നത്. ഡിഫറൻസ്, ഫങ്ഷൻസിനെ ബേസ് ചെയ്തുള്ള ഡിഫറൻസ് വരുന്നത്. അതായത് 1 മീനിങ്, 2 നേച്ചർ, 3 പ്രോസസ്, 4 ഫങ്ഷൻ, 5 സ്കിൽസ്, 6 ലെവൽ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഫങ്ഷൻസിന്റെ കീഴിൽ, ഫങ്ഷനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ 6 കാര്യങ്ങൾ ഏരിയാസിൽ ഡിഫറൻസ് ഉണ്ടെന്ന് എഴുതണം. ഇനിയുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് യൂസേജ്. ഫങ്ഷൻസ് കഴിഞ്ഞു യൂസേജ് ആൻഡ് ആപ്ലിക്കബിലിറ്റി എന്ന് പറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻസ് ഉള്ളത്. ആദ്യം ആപ്ലിക്കബിലിറ്റി. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ, അത് മാനേജ്മെന്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബിസിനസ് കൺസേൺസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് മേക്കിംഗ് കൺസേൺ. മാനേജ്മെന്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ തരത്തിലുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ മാനേജ്മെന്റിൽ ഉണ്ടാവുകയും അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. ബാക്കിയുള്ള ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് അത്രയ്ക്ക് വിപുലമായ രീതിയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. ബട്ട് ബിസിനസ് പരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാനേജ്മെന്റിൽ ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു നോൺ ബിസിനസ് കൺസേൺസ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണകളിൽ നടത്തിക്കൊണ്ട് പോയാൽ മതി. ഓക്കെ, അത്രയ്ക്ക് വലിയ
പ്രോഫിറ്റ് മോട്ടീവ് കൊണ്ടുള്ള ആളുകളുണ്ട്. സാധാരണ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഓർഗനൈസേഷനിലെ കാര്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ട് പോവുക. അതായത് ക്ലബ്സ്, സ്കൂൾ, ഹോസ്പിറ്റൽസ് ഇവരൊന്നും അധികം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കണമെങ്കിൽ കൂടിയും ഇപ്പോൾ പല സ്ഥാപനങ്ങളും പ്രോഫിറ്റ് വേണം, എന്നാലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അത് നടത്തിക്കൊണ്ട് പോവുകയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫ്ലുവൻസ്. ദ മാനേജ്മെന്റ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വാല്യൂസ്, ഒപ്പീനിയൻസ്, ബിലീഫ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ മാനേജേഴ്സ്. പലതരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ടാവും. അവരുടെ കഴിവും അറിവും എല്ലാം ഈ മാനേജ്മെന്റിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിക് ഒപ്പീനിയൻ, ഗവൺമെന്റ് പോളിസീസ്, റിലീജിയസ് ഓർഗനൈസേഷൻസ്, കസ്റ്റംസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ആ ഓർഗനൈസേഷന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നതായിരിക്കും. അതായത് പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് പറയുന്ന ഒപ്പീനിയൻ, ഗവൺമെന്റിന്റെ പോളിസീസ്, ആ ഓർഗനൈസേഷൻ എങ്ങനെ നടത്തണം എന്നുള്ള. റിലീജിയസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുമായിട്ട് റിലിജനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഇതിൽ അഡ്മിനിസ്ട്രേഷനിൽ ഭാഗം ഉണ്ടാവാം. പിന്നെ പോരാതെ കസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഓരോ തരത്തിൽ ഓരോ സ്ഥലങ്ങളിലുള്ള അവരുടെ വിശ്വാസങ്ങളും അത് കാര്യങ്ങളും നടത്തുന്നതും ഒക്കെ. പ്രത്യേകിച്ച് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ ആളുകളും അങ്ങനത്തെ ആയിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാറ്റസ്. മാനേജ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഹു ആർ പെയ്ഡ് റെമ്യൂണറേഷൻ. അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഇത് നേരത്തെ പറഞ്ഞു, പല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. HR സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവാം, ഫിനാൻസിൽ സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവാം, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവാം, പ്രൊഡക്ഷനിൽ സ്കില്ലുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ മാനേജേഴ്സ് ഉണ്ടാവാം. അവരെല്ലാവരും കൂടി ചേർന്ന് ആണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെല്ലാവരും ചേർന്നാണ് ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ റെപ്രസെന്റ്സ് ഓണേഴ്സ് ഓഫ് ദ എന്റർപ്രൈസ് ഹു ഏൺ റിട്ടേൺ ഓൺ ദെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. അഡ്മിനിസ്ട്രേഷനിൽ ആ സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ആയിരിക്കും. ആരാണ് ആ സ്ഥാപനത്തിൽ പൈസ ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്, അവരാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിലുള്ള പൈസ ഇറക്കുന്നതും അതിൽ എന്തെങ്കിലും പ്രോഫിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനുള്ള തിരികെ കിട്ടുന്നതും ആ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആ ഓണേഴ്സിനായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി മാനേജ്മെന്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നൊക്കെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഒരു ഡിഫൈൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കാം. SA ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഡിഫൈൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം. അതായത് അതിന്റെ കൂടെ SA ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കും. അതായത് മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കാം. കൂടാതെ മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഡിഫറൻസ് എന്താണെന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് SA ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഫൈൻ മാനേജ്മെന്റ്, ഡിഫൈൻ അഡ്മിനിസ്ട്രേഷൻ. ഇനി SA ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മെയിനായിട്ട് ഇത് എന്താണെന്ന് എഴുതിയതിന് ശേഷം കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അതിനനുസരിച്ച് എഴുതാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. കുറച്ച് റീഡിങ് ഇതിന് ആവശ്യമാണ്. വളരെ ചെറിയ ചാപ്റ്ററാണ് ഇതിന് ഉള്ളത്. ചാപ്റ്ററാണ് മീൻസ് വളരെ ഈ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്തായാലും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ. അല്ലെങ്കിൽ വാട്ട് ഈസ് മാനേജ്മെന്റ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ ചോദിക്കാം. കാരണം ഡിഫൈൻ മാനേജ്മെന്റ് എന്നുള്ളത് ലെസൺ 1 പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി ആയിരിക്കും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതകൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം, ക്വസ്റ്റ്യൻ അനുസരിച്ച് എത്രമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടോ അതനുസരിച്ച് മാർക്ക്
ഉണ്ടാവാം. ആ മാർക്കിനനുസരിച്ച് നമ്മൾ ആൻസേഴ്സ് എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആൻസർ എഴുതുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ക്വാളിറ്റി എഴുതണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം എഴുതുന്ന ആൻസേഴ്സിന്. രണ്ട്, എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, നമ്പർ ഓഫ് പേജസും നോക്കണം. ഓക്കെ, അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരാ, ക്വാണ്ടിറ്റിയും കൂടി നോക്കണം. ഇനി ചെറിയ ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ എത്ര അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി 2, 3, 4 ലൈൻസ് ക്വാളിറ്റി ആയിട്ട് എഴുതുക വേണം. ഓക്കെ, ശരി, താങ്ക് യു. എന്തെങ്കിലും മനസ്സിലായിക ഉണ്ടെങ്കിൽ ഈ വീഡിയോ പിന്നെയും റൺ ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. ശരി, ഓൾ ദി ബെസ്റ്റ്.